അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ F5 പ്രൊഡക്റ്റിനെ പറ്റി, അതായത് ഡിഫറെന്റ് പോർട്ട്ഫോളിയോ ആണ് F5. ഓക്കെ, അതിനെ പറ്റി സംസാരിക്കാം. അപ്പം നമുക്ക് മോസ്റ്റ് ഓഫ് ദ ഗൈസ് ആൾറെഡി ഹാവ് എക്സ്പീരിയൻസ് ഓർ നോട്ട്? So I got 4 response. 4 guys have already experience in F5. ഓക്കെ, നമുക്കൊന്ന് ഡെമോ തുടങ്ങാം. അപ്പോൾ ഈ ഇന്നത്തെ നമ്മളെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് F5ന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരിക, ആ പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക, എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഓരോ കോഴ്സ് ഡീറ്റെയിൽ ജസ്റ്റ് സമ്മറൈസ് ചെയ്തിട്ടൊന്ന് പറയാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കോഴ്സ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ടെക്നിക്കൽ ആണെങ്കിലും, ടെക്നിക്കൽ നമ്മൾ ഡീപ്പ് ഡിസ്കഷനിലേക്ക് ഇപ്പം പോകുന്നില്ല ഓരോ മൊഡ്യൂളും തമ്മിൽ. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ തരാം, എങ്ങനെയായിരിക്കും നമ്മളെ കോഴ്സ് പോകുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ആ കോഴ്സിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റ്, എന്തൊക്കെയാണ്, നമ്മൾ എങ്ങനെ ലാബ് എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം, ഹാൻഡ്സ് ഓൺ. അപ്പോൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളെ ഒരു F5 പ്രൊഡക്റ്റ് നമ്മളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എൻഡ് ടു എൻഡ് കോൺഫിഗറേഷൻ ചെയ്യാം. Please record this section. So okay, I will start. Okay, end to end നമ്മളെ F5 പ്രോഡക്റ്റ് നിങ്ങളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യാം, എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പം F5ന്റെ ഡിഫറെന്റ് മൊഡ്യൂളിനെ കുറിച്ച് നമ്മൾ അറിയണം. അപ്പം മോസ്റ്റ് കസ്റ്റമർ ഡിപ്ലോയ് ചെയ്യുന്ന സൊല്യൂഷൻ ഏതാണ്, ഓരോ സൊല്യൂഷന്റെ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മളിപ്പോ F5 നമ്മളിപ്പം പൊതുവെ നമ്മൾ F5നെ കുറിച്ച് പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാൻ നോർമലി F5 ഈസ് എ ലോഡ് ബാലൻസർ. അങ്ങനെയായിരിക്കും നിങ്ങളും പൊതുവെ കേട്ടിട്ടുണ്ടാവും അല്ലെ? F5 ഈസ് എ ലോഡ് ബാലൻസർ. സോ F5നെ കുറിച്ച് നിങ്ങൾ പൊതുവെ കേട്ടിട്ടുണ്ടാവും, ഇറ്റ്സ് എ ലോഡ് ബാലൻസർ. എൻ്റെ പാഡിന് കുറച്ച് പ്രശ്നമുണ്ട്. ഓക്കെ, അങ്ങനെ ആയിരിക്കും. ബട്ട് F5 is not just a load balancer. F5 ഒരു ലോഡ് ബാലൻസർ മാത്രമല്ല, ഇറ്റ്സ് കോൾഡ് ആപ്ലിക്കേഷൻ ഡെലിവറി കൺട്രോൾ. ആപ്ലിക്കേഷൻ ഡെലിവറി കൺട്രോൾ. കാരണം ഈ ലോഡ് ബാലൻസിങ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ F5ന്റെ ഒരു മൊഡ്യൂൾ മാത്രമാണ്. ഇറ്റ്സ് വൺ ഫീച്ചർ ഓഫ് F5 ആണ് ഈ ലോഡ് ബാലൻസിങ് ഫീച്ചർ നമ്മൾ F5 നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ ആപ്ലിക്കേഷൻ ഡെലിവറി കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ആപ്ലിക്കേഷൻ നമ്മളെ ഡാറ്റാ സെന്ററിൽ ഹൗ വി ക്യാൻ ഇഫക്റ്റീവ്ലി സർവിങ് ടു ദ പീപ്പിൾ. ഓക്കെ, സോ നോർമൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഒരു സെർവ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഡാറ്റാ സെന്ററിൽ അല്ലെ? നമ്മളൊരു ഡാറ്റാ സെന്ററിൽ ഒരു സെർവർ ഉണ്ടാവും, വിച്ച് ഇസ് കോൾഡ് ആപ്ലിക്കേഷൻ സെർവർ. നമ്മളെ ഡാറ്റാ സെന്ററിൽ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്ലയന്റ് വരും, ക്ലയന്റ് വിൽ റിക്വസ്റ്റ് ദാറ്റ് ആപ്ലിക്കേഷൻ. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്ത് ഒരു വിത്ത് എ സിംഗിൾ ആപ്ലിക്കേഷൻ സെർവർ ആണ് നമ്മൾ ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്യുന്നത്, വിത്തൗട്ട് എനി ഹൈ അവൈലബിലിറ്റി. അതൊരു ഗുഡ് ഡിസൈൻ അല്ല അല്ലെ? നമ്മളിപ്പോൾ ഒരു സിംഗിൾ സെർവർ വെച്ചിട്ട് നമ്മളൊരു ക്ലയന്റ് ആപ്ലിക്കേഷൻ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ ആപ്ലിക്കേഷൻ ഹാവ് എനി ഇഷ്യൂ which will not be available anymore. So nowadays, while they design the application, നമ്മൾ ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്യുമ്പം നമ്മൾ മൾട്ടിപ്പിൾ ടയർ അപ്രോച്ച് ആണ് ഇപ്പൊ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ. എന്തിനാ വെച്ചാൽ നമ്മൾ ആപ്ലിക്കേഷൻ ഇഫക്റ്റീവ്ലി ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മളൊരു ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ടയേർഡ് അപ്രോച്ച്. ഓക്കെ, എ വെബ് ടയർ വിൽ ബി ദെയർ,
and there will be an app tier, and there will be a database. Okay. Within the web tier, you will have multiple servers. Server 1, server 2, server 3. In the app as well, you have multiple server. And database have multiple server. Why we need layer approach? Okay, it will be a security best practice plus application delivery. So rather than a single point of failure, you are designing your application with tiered approach with multiple servers on each layers. So how FI can help on this situation? So normally if you don't have any load balancing or high availability solution in your environment, normally you cannot do a load share or load balancing between your server unless you write a code in application level to do that. But FI have a solution to this, that FI have a module called LTM, which acts as network load balancer. And this is one of the solutions from FI. I will go through the architecture of FI, then you will understand what is the other module. FI will വേറെ ഏതൊക്കെ module ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് FIയുടെ ആർക്കിടെക്ചറിലേക്ക് പോവാം. അതിനു മുന്നേ FIയുടെ കുറച്ച് പ്രൊഡക്റ്റ് പരിചയപ്പെടാണ്ട്. നമ്മൾ FIയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് അവരുടെ വെബ്സൈറ്റ്. ഓക്കെ, നമ്മളെ വെബ്സൈറ്റിൽ ഇപ്പം FI ഡിസ്ട്രിബ്യൂട്ടഡ് ക്ലൗഡ് സർവീസ്, ക്ലൗഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയുള്ള സൊല്യൂഷനാണ് FIയുടെ. ഡിസ്ട്രിബ്യൂട്ടഡ് ക്ലൗഡ്, നമ്മളിപ്പോൾ ഗൂഗിൾ ക്ലൗഡ്, AWS, ആമസോണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, FIയുടെ ഈ സർവീസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, മൾട്ടിപ്പിൾ സിനാരിയോ. ഇന്നിപ്പോൾ നമ്മുടെ ടോപ്പിക് ഇതല്ല, ക്ലൗഡ് സൊല്യൂഷനെ കുറിച്ചല്ല. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന FIയുടെ ബിഗ് IP സൊല്യൂഷൻ. ബിഗ് IP സൊല്യൂഷനാണ്. വൺ ഓഫ് ദ സൊല്യൂഷൻ ഫ്രം FI ആണ്. ഓക്കെ, ബിഗ് IP. ആ ബിഗ് IP സൊല്യൂഷനകത്ത് തന്നെ ഡിഫറെന്റ് മോഡ്യൂൾ ഉണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന. അതിൽ ഒരു മോഡ്യൂളാണ് ഞാനിപ്പോൾ പറഞ്ഞ LTM. ഓക്കെ, അപ്പൊ നമ്മൾ FI എപ്പോഴും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ഒരു മോഡ്യൂളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അതിന്റെ ആർക്കിടെക്ചർ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എങ്ങനെയാണ് FI ഡിസൈൻ ചെയ്തത്, എന്നിട്ട് അതിന്റെ ഡിഫറെന്റ് മോഡ്യൂളിന് ഡിഫറെന്റ് ഫംഗ്ഷൻ എന്താണ്. അതുകൊണ്ടാണ് FI എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, FI ആ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്കൊരു ട്രെയിനിങ്ങിന് പോകാൻ പറ്റില്ല, അത് മൊഡ്യൂളായിട്ട് തന്നെ പോകണം. കാരണം ഡിഫറെന്റ് മൊഡ്യൂൾ ഹാൻഡ്ലിങ് ഡിഫറെന്റ് സർവീസസ് ആൻഡ് ഡിഫറെന്റ് പർപ്പസ്. ഓക്കെ, FIയുടെ ഓവർവ്യൂ. ഓക്കെ, നമുക്കറിയാം ഒരു നെറ്റ്വർക്കിംഗ് ലെവലിൽ നമ്മൾ ഒരു വെണ്ടർ ഇപ്പൊ ചൂസ് ചെയ്യാൻ പറയാൻ നമുക്ക് ഈസിയാണ് അല്ലെ. മോസ്റ്റ് വെണ്ടർ ആയിരിക്കും സിസ്കോ. അതെന്താ വെച്ചാല് സിസ്കോ ആണ് മേജർ ഷെയർ ഇൻ ദ മാർക്കറ്റ്, മോസ്റ്റ് സെയിൽസ്. ആൻഡ് അവർ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ തന്നെ കുറെ ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഫീച്ചേഴ്സ് കാരണമാണ് സിസ്കോ എപ്പോഴും നമ്മളെ ലീഡിങ് ആയി നെറ്റ്വർക്കിംഗ് ലെയറിൽ വരുന്നത്. ഇപ്പം നെറ്റ്വർക്കിംഗ് ലെയർ മീൻസ് സിസ്കോ ഇസ് സ്ട്രോങ് അപ് ടു ലെയർ 4. ഓക്കെ, സിസ്കോക്ക് ഫയർവാൾ സൊല്യൂഷൻ ഉണ്ട്, സെക്യൂരിറ്റി സൊല്യൂഷൻ ഉണ്ട്, ലെയർ 7 സൊല്യൂഷൻ ഉണ്ട്. ബട്ട് അവിടെ അവരെന്താ ലീഡല്ല, മീൻസ് ചാമ്പ്യൻ അല്ല. പക്ഷെ ലെയർ 4 വരെ നിങ്ങൾ റൗട്ടിംഗ് പ്രോസ്പെക്റ്റിൽ നോക്കുകയാണ്, സിസ്കോ ആണ് ഇപ്പോഴും മെയിൻ വെണ്ടർ ഇൻ ദ മാർക്കറ്റ് അല്ലേ. അതിന്റെ ഒരു റീസൺ എന്താ വെച്ചാൽ അവര് സിസ്കോ എപ്പോഴും ഒരു കോമൺ OS ആണ് ഉപയോഗിക്കുന്നത് അവരുടെ പ്ലാറ്റ്ഫോമിൽ. It's like iOS and different platforms are there. iOS XE, XR ഉണ്ടെങ്കിലും പക്ഷെ നോർമലി വി ക്യാൻ സേ ഇറ്റ്സ് എ കോമൺ OS ഫോർ ഓൾ ദ പ്രോഡക്റ്റ് അല്ലെ. അതൊരു സ്ട്രോങ് സെയിലിംഗ് പോയിന്റ് ആണ് സിസ്കോയുടെ. ഇന്റർ ഓപ്പറേറ്റബിലിറ്റി വിത്തിൻ ദെയർ പ്രൊഡക്റ്റ്, അവരുടെ പ്രൊഡക്റ്റിലുള്ള ഇന്റർ ഓപ്പറേറ്റബിലിറ്റി, ഈസിയർ ഫോർ ട്രബിൾ ഷൂട്ടിംഗ് ആൻഡ് സപ്പോർട്ട്, സിംഗിൾ മെയിൻ്റനൻസ് സപ്പോർട്ട് സിസ്കോ ഹാവിംഗ്. But in layer 7, layer 4 routing switching where Cisco okay, and layer 7 വരുമ്പോൾ no, there is a lot of other vendor in the market, okay, with the different OS, interoperative troubleshooting and purpose. അപ്പോൾ FI ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ FI ഒരു സെൻട്രൽ OS ഉണ്ടാക്കി. ഓക്കെ, ആ OSന്റെ പേരാണ് TMOS. ഓക്കെ,
ആ TMOS ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ചിട്ടാണ് FIയുടെ എല്ലാ സൊല്യൂഷനും റൺ ചെയ്യുന്നത്. ഓക്കെ, ആ TMOSനകത്താണ് ഈ LTM, APM, whatever ഡിഫറെന്റ് മോഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാം റൺ ചെയ്യുന്ന ഈ TMOS സെൻട്രലൈസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മുകളിലാണ്. ഓക്കെ, പിന്നെ FIയുടെ അതാണ് ഒരു സ്ട്രോങ് പോയിന്റ്. ഓക്കെ, centralized operating system for all modules. So you don't need to learn different operating system in total. പക്ഷേ നിങ്ങൾ എന്ത് പഠിക്കണം, ഓരോ മൊഡ്യൂളും ഡിഫറെന്റ് ആയിട്ട് തന്നെ പഠിക്കണം. പിന്നെ FI എന്താ വെച്ചാൽ സ്ട്രോങ് SDN. ടുഡേ ഡാറ്റാ സെന്റർ is moving towards SDN, right? Cisco ACI is one of the vendor, NSX and all. അപ്പോൾ FI എന്താ വെച്ചാൽ FI already integrated with all these major vendor in the SDN platform also. അതായത് നിങ്ങൾക്ക് FIയുടെ ഒരു സൊല്യൂഷൻ നിങ്ങളെ നെറ്റ്വർക്കിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ആൾറെഡി ഇന്റഗ്രേറ്റഡ് വിത്ത് ലേറ്റസ്റ്റ് SDN ടെക്നോളജി ലൈക്ക് ACA. യു ക്യാൻ ഇന്റഗ്രേറ്റ് ഫോർ ലോഡ് ബാലൻസിങ്, ASM, whatever we are discussing, going to discuss, അതിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഓപ്പൺ API ഇന്റഗ്രേഷൻ ആണ്. FI പ്രോഡക്റ്റ് നിങ്ങൾക്ക് API ഇന്റഗ്രേഷൻ വെച്ചിട്ട് തേർഡ് പാർട്ടി വെണ്ടറായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. അതൊക്കെ FIയുടെ സ്ട്രോങ് പോയിന്റ് ആണ്. പിന്നെ FIയുടെ ഡിഫറെന്റ് ഹാർഡ്വെയർ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പൊ FI ഇങ്ങനെ നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോ ഇതിലും ഓരോ പ്ലാറ്റ്ഫോം അവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ആദ്യത്തെ നമ്മൾ ബിഗ് IP iSeries ഉണ്ട്. iSeries പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. iSeriesൽ ഡിഫറെന്റ് 2000, 4000, 7000, then Modia Chassis 15000, അങ്ങനെ ഡിഫറെന്റ് പ്ലാറ്റ്ഫോം ഉണ്ട്. ഇത് നമ്മളെ ത്രൂപുട്ടിനനുസരിച്ച് നമുക്ക് റിക്വയർമെന്റ് ഉണ്ടാവും, എത്ര ത്രൂപുട്ട് വേണ്ടത്, ട്രാഫിക് പ്രോസസ്സിംഗ് കപ്പാസിറ്റി ഒക്കെ വെച്ചിട്ട് നമുക്ക് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാം. ആ ഒരു ഡാറ്റ ഷീറ്റ് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പ്ലാറ്റ്ഫോമാണ് വിപ്രിയോൺ സീരീസ് ആണ് ഇപ്പം സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നെക്സ്റ്റ് ജെൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാറ്റ്ഫോം കൂടി വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഡിഫറെന്റ് ഹാർഡ്വെയർ പ്ലാറ്റ്ഫോം യു ക്യാൻ ബൈ. ഓക്കെ, പക്ഷെ ഈ എല്ലാ ഹാർഡ്വെയർ സിംഗിൾ ഹാർഡ്വെയർ വെച്ചിട്ടാണ് എല്ലാ സോഫ്റ്റ്വെയർ മൊഡ്യൂളും റൺ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓരോ മൊഡ്യൂളിലും വേറെ വേറെ ഹാർഡ്വെയർ ഇല്ല, സിംഗിൾ ഹാർഡ്വെയർ വാങ്ങിക്കുക. നിങ്ങൾക്ക് വേണ്ട ലൈസൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ മൊഡ്യൂൾ റൺ ചെയ്യാം. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ജെൻ എന്ന് പറഞ്ഞ സീരീസ് ഇനി വരുന്നത്. FIയുടെ R സീരീസ് ബോക്സസ്. R സീരീസ് ആണ് നെക്സ്റ്റ് ജനറേഷൻ ഫുള്ളി ഓട്ടോമേറ്റഡ് പ്ലാറ്റ്ഫോം. അതായത് നമ്മൾ മോർ API ഇന്റഗ്രേഷൻ, കുബർനെറ്റ് ഇന്റഗ്രേഷൻ, മൾട്ടി ടെനൻസി, കുറെ ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പുതിയ ഹാർഡ്വെയർ ആണ് വരുന്നത്. R സീരീസ് എന്നാണ്. ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാം. നെക്സ്റ്റ് ജനറേഷൻ സീരീസ് ആണ്. അതിനും ഫുള്ളി ഓട്ടോമേറ്റഡ് ഒരു സെൻട്രലൈസ് സോഫ്റ്റ്വെയർ ഉണ്ട്. പക്ഷെ നമ്മൾ ബേസിക് നമ്മൾ ബിഗ് IP പഠിക്കണം. TMOS പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഹാർഡ്വെയർ റിലേറ്റഡ് ഇറ്റ്സ് നോട്ട് ബിഗ് ഡിഫറൻസ്. ഓക്കെ, അനദർ ഫേമസ് പ്രോഡക്റ്റ് ഫ്രം FI, ബിഗ് IP വിർച്വൽ എഡിഷൻ. അതായത് നമുക്കിപ്പോൾ ഹാർഡ്വെയർ വാങ്ങണ്ട, നമുക്ക് വിർച്വൽ ആയിട്ട്, അതായത് നിങ്ങൾക്ക് ഹാർഡ്വെയർ സെർവർ ഉണ്ട് നിങ്ങളുടെ എൻവയോൺമെന്റിൽ, നിങ്ങൾക്ക് ജസ്റ്റ് സോഫ്റ്റ്വെയർ ആയിട്ടും വാങ്ങിക്കുക. അതിന് പറയുന്നതാണ് ബിഗ് IP വിർച്വൽ എഡിഷൻ. ഓക്കെ, വിർച്വൽ എഡിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ OVF വിർച്വൽ നമുക്ക് വാങ്ങിക്കുക, നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ചെയ്യുക. പക്ഷെ നമ്മൾ എന്താ വാങ്ങിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ ഏത് മൊഡ്യൂളാണോ ലൈസൻസ് ചെയ്യേണ്ടത് ആ ലൈസൻസ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. ഫ്ലെക്സിബിൾ ലൈസൻസിങ് ഓപ്ഷനും അവൈലബിൾ ആണ്. ഓക്കെ, ഈ വിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇറ്റ് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് ഓൺ എനിവെയർ ഇൻ ദ ക്ലൗഡ്. ഓക്കെ, AWS, Azure, whatever cloud platform you have, Nutanix, whatever you have, you can install top of that to available all the function of FI from LTM, DNS, AFM, ASM, APM, all module you can enable and utilize. Okay, we will discuss in detail. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യും ഇൻ ഡീറ്റെയിൽ ആയിട്ട്. നമുക്ക് ഓരോ മൊഡ്യൂളും എന്താണ് അതിന്റെ പർപ്പസ്. ഓക്കെ, ഇനി നമ്മൾ ഒരു FIയുടെ ആർക്കിടെക്ചർ ഒന്ന് നോക്കാം. ഓക്കെ, സിമ്പിൾ ആർക്കിടെക്ചർ എന്താണ്, FI എങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അവരുടെ സ്ട്രോങ് പോയിന്റ് എന്തൊക്കെയാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് FIയുടെ ഹാർഡ്വെയർ. ഓക്കെ, ഹൗ ദെയർ ആർക്കിടെക്ചർ ഇസ് ഡിസൈൻ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഒരു ലൈൻ കാണാം അല്ലേ. This is management plane, this is data plane.
മാനേജ്മെന്റ് പ്ലെയിൻ എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ. അത് നമ്മൾ എങ്ങനെ അത് മാനേജ് ചെയ്യുന്നു, ആ സൊല്യൂഷൻ, അവരുടെ സൊല്യൂഷൻ നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം, കോൺഫിഗർ ചെയ്യാം. ഓക്കെ, സോ ഈ നമുക്കിപ്പോൾ ഒരു FI ബോക്സ് കിട്ടി കഴിഞ്ഞാൽ അവരെ ആർക്കിടെക്ചർ വൈസ് മാനേജ്മെന്റ് പ്ലെയിൻ, മാനേജ്മെന്റ് പ്ലെയിനിൽ ഡിഫറെന്റ് ഓപ്ഷൻ ഉണ്ട്. നമുക്കിങ്ങനെ ഇത് ഈ ഡിവൈസ് മാനേജ് ചെയ്യുക, കോൺഫിഗർ ചെയ്യുക എന്നുള്ളത്. വൺ ഓഫ് ദ ഓപ്ഷൻ ഈസ് IAP. ഓക്കെ, FIനകത്ത് തന്നെ IAP എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ IAP എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് IAP വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ മോഡ്യൂൾസ് കോൺഫിഗർ ചെയ്യാൻ പറ്റും. വാട്ട് എവർ യൂണിറ്റ്, LTM, GTM, whatever you use, mostly they are using for LTM basic function. Another method on the GUI access. GUI എന്ന് പറയുന്നത് നമ്മളെ graphical user interface where you put management IP, okay, for management interface. This is within the GUI itself, okay. In the GUI you put management IP, then access GUI, then you can configure it, okay. Another method to configure is TMS/SH. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ TMOS എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് F5 യൂസ് ചെയ്യുന്നത് ആസ് എ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോർ ട്രാഫിക് മാനേജ്മെന്റ്. അതാണ് ഈ ടോപ്പ് ലെയറിൽ കാണുന്നത്. ഓക്കെ, ഈ TMOSനകത്ത് തന്നെ അതിനൊരു ഷെല്ലുണ്ട്, ലിനക്സ് ഷെല്ല്. ഇപ്പൊ ലിനക്സിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഷെല്ലില്ലേ, കേണലും ഷെല്ലും ഡിഫറെന്റ്. സെയിം വേ ഒരു ഷെല്ലുണ്ട് TMOSന് വേണ്ടിയുള്ള. ആ ഷെല്ല് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ഷെല്ല് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡാറ്റ പ്ലെയിൻ കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ആ TMSHനകത്ത് കയറുക, എന്നിട്ട് CLI ആക്സസ് വഴി TMSHനകത്ത് കയറിയിട്ട് നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും. അത് വൺ വേ ഓഫ് മെത്തേഡ്, കോൺഫിഗർ മാനേജ് ദി ഡിവൈസ്. ഓക്കെ, അനദർ മെത്തേഡ് ഈസ് CLI ബേസ്. CLI ബേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് CLI ആക്സസ്, കമാൻഡ് ലൈൻ ആക്സസ് വെച്ചിട്ടും നിങ്ങൾക്ക് ഈ മൊഡ്യൂൾ എല്ലാം കോൺഫിഗർ ചെയ്യാം. ഓക്കെ, അതാണ് മാനേജ്മെന്റ് പ്ലെയിൻ. ഡാറ്റ പ്ലെയിനിൽ വന്നു കഴിഞ്ഞാൽ, ഡാറ്റ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രാഫിക് നമ്മളെ ബോക്സിൽ ഇൻ ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്ന വരെയുള്ള പ്രോസസ്, ഡാറ്റ പ്ലെയിൻ. ഓക്കെ, വെയർ ദ ട്രാഫിക് ഈസ് ഹാൻഡിൽഡ് ബൈ TMOS ഇസ് എ സെൻട്രൽ OS. അതിനകത്ത് ഡിഫറെന്റ് മൊഡ്യൂൾ ഉണ്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത വൺ ഓഫ് ദ മൊഡ്യൂളാണ് LTM ഫോർ ലോക്കൽ ട്രാഫിക് മാനേജ്മെന്റ്, വിച്ച് ഈസ് എ ബേസിക് ഫംഗ്ഷൻ ഓഫ് ഓൾ F5 ഫോർ ലോഡ് ബാലൻസിങ്. It's called network load balancing. GTM is a global load balancing for if you have നിങ്ങൾക്കൊരു ഒന്നിൽ കൂടുതൽ ഡാറ്റാ സെന്റർ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു ഡാറ്റാ സെന്റർ, അതായത് ഹാഫ് ഓഫ് ദ റിക്വസ്റ്റ് ഷുഡ് ഗോ ടു ഡാറ്റാ സെന്റർ 1. ഓക്കെ, അനദർ ഹാഫ് ഓഫ് ദ ട്രാഫിക് ഷുഡ് ഗോ ടു DC2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ GTM വെച്ചിട്ട് നമുക്ക് ലോഡ് ബാലൻസ് ചെയ്യും അക്രോസ് ഡാറ്റാ സെന്റർ, അക്രോസ് ദ റീജിയൻ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡാറ്റാ സെന്റർ ഉണ്ട് US, 1 ഇൻ ഇന്ത്യ. സോ ഇന്ത്യൻ യൂസേഴ്സിന് എനിക്ക് ഇന്ത്യ ഡാറ്റാ സെന്ററിലേക്ക് ട്രാഫിക് അയക്കണം. US ഏതെങ്കിലും റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ US ഡാറ്റാ സെന്ററിലോട്ട് അയക്കണം. അതാണ് ഗ്ലോബൽ ട്രാഫിക് മാനേജ്മെന്റ്. ഇപ്പം അതിന് പേര് ബിഗ് IP DNS എന്നാണ്. ഇത് ഓൾഡ് നെയിമാണ് GTM. എന്താ വെച്ചാൽ നമ്മൾ DNS ലെവലിലാണ് ഈ ട്രാഫിക് റീഡയറക്ഷൻ നടക്കുന്നത്. ഓക്കെ, GTM ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ASM ഈസ് എ സെക്യൂരിറ്റി സൊല്യൂഷൻ ഫ്രം F5. ഓക്കെ, വേർ യു ക്യാൻ പ്രൊട്ടക്ട് യുവർ വെബ് അപ്ലിക്കേഷൻ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളെ എൻവയോൺമെന്റിൽ ഡിഫറെന്റ് വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാവും. ആ വെബ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇതിന്റെ ഒറിജിനൽ പേര് ഇപ്പം അഡ്വാൻസ് വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾ. It's designed to protect web application in your environment. Okay, this security product ആണ്. APM എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ പോളിസി മാനേജ്മെന്റ്. അതെന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ആ ആപ്ലിക്കേഷൻ നിങ്ങളെ ഡിഫറെന്റ് യൂസേഴ്സ് ഉണ്ടാവും, നിങ്ങളെ എംപ്ലോയീസ് ഉണ്ടാവും, കോൺട്രാക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഡിഫറെന്റ് ആൾക്കാർക്ക് എങ്ങനെ നമ്മൾ സെക്യൂർ ആയിട്ട് ഡെലിവർ ചെയ്യാം. ഓക്കെ, വൺ ഓഫ് ദ ഫീച്ചർ. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ SSL VPN. ഓക്കെ, നിങ്ങളിപ്പം VPN കണക്ട് ചെയ്ത് നിങ്ങളെ ഇന്റേണൽ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാം അല്ലെ, വൺ മെത്തേഡ്. അതുപോലെ നിങ്ങൾക്ക് റിമോട്ട് ആക്സസ് VPN. ഓക്കെ, നിങ്ങൾക്കൊരു പോർട്ടൽ തരും,
ആ പോർട്ടലിനകത്ത് നിങ്ങൾ ഇന്റേണൽ ആപ്ലിക്കേഷൻ ഉണ്ടാവും. ഓക്കെ, ആ ആപ്ലിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യും, പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് ആക്സസ് ചെയ്യും. പിന്നെ യൂസ് കേസ് ഓഫ് APM, അനദർ APM യൂസ് കേസ് എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് APM പറ്റി പഠിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ ജസ്റ്റ് സമ്മറി മാത്രം തരുന്നുള്ളൂ, എന്താണ് ആ സൊല്യൂഷൻ. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു വെബ് ആപ്ലിക്കേഷൻ, ഒരു വെബ് സർവീസ് ഉണ്ട്. ഓക്കെ, ഈ സെർവറിന് നമുക്ക് എന്ത് ചെയ്യണം, മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ. അതായത് ഒരു പോർട്ടൽ ഉണ്ട്, നമ്മൾ വെബ് പേജ് ഉണ്ട്. ആ വെബ് പേജിൽ എന്ത് ചെയ്യും, നമ്മളെ കറന്റ് സെർവറിൽ ഫസ്റ്റ് തന്നെ നമ്മളെ ഹോം പേജ് വരും അല്ലെ. ഇതിന് പകരം നമുക്ക് ഇത് എന്ത് ചെയ്യണം, ഒരു അഡീഷണൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ജസ്റ്റ് ഓതന്റിക്കേഷൻ ചെയ്യണം. അപ്പം അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് APM സൊല്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വെബ് സെർവർ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് F5യുടെ ഒരു ഫ്രണ്ട് എൻഡ് പേജ് ഉണ്ടാവും. ആ പേജിൽ നിങ്ങൾക്ക് ക്രെഡൻഷ്യൽ വന്നിട്ട് ആ പേജ് നിങ്ങൾ ഓട്ടോമാറ്റിക് ഡിസൈൻ, ആൾറെഡി ഓട്ടോമേറ്റഡ് പ്രോസസ്സാണ്, സിമ്പിൾ ടു കോൺഫിഗർ ആൾസോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, യൂസർ നെയിം പാസ്വേഡ് ഫീൽഡ് കൊടുത്താൽ അത് ഓതന്റിക്കേഷൻ കഴിഞ്ഞിട്ട് ഈ വെബ് സെർവറിലേക്ക് പോകും. ഇപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സിനോട് ഒരു മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ പേജ് നിങ്ങളെ വെബ്സൈറ്റിൽ ഉണ്ടാക്കുന്നതിന് പകരം നമ്മളെ APM സൊല്യൂഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ സെക്യൂർ ആയിട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റി സംസാരിക്കും. അനദർ സൊല്യൂഷൻ ഈസ് AM. AM എന്ന് പറഞ്ഞാൽ നമ്മളെ ആപ്ലിക്കേഷൻ ഓതറൈസേഷൻ സൊല്യൂഷൻ ആണ് AFM. ഈ രണ്ട് മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അത് വൺ ഓഫ് ദ സൊല്യൂഷൻ ആയി. പിന്നെ ഒരു സ്ട്രോങ് പോയിന്റ് ആണ് FIനകത്ത് ഐറൂൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഐറൂൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പം ഒരു ട്രാഫിക് F5ലേക്ക് വന്നു, ഒരു റിക്വസ്റ്റ് വന്നു. ഓക്കെ, ആ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഐറൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ റിക്വസ്റ്റിന്റെ പാക്കറ്റിനെ ഏത് രൂപത്തിലേക്ക് മാറ്റാനും പറ്റും. ഓക്കെ, നമുക്ക് റീറൈറ്റ്, ഇറ്റ്സ് ലൈക്ക് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. യു ക്യാൻ മാനിപ്പുലേറ്റ് യുവർ റിക്വസ്റ്റ് പാക്കറ്റ് ബിഫോർ സെൻഡിങ് ടു ദ സെർവർ. ഓക്കെ, പിന്നെ അതിനകത്ത് FIനകത്ത് പിന്നെ ഒരു മൊഡ്യൂളിലാണ് SSL മൊഡ്യൂൾ. SSL മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മളെ most of the traffic now is HTTPS, right? Secure traffic. So required an SSL, dedicated SSL module to decrypt the traffic, to see what is inside the traffic. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് SSLും കംപ്രഷൻ മൊഡ്യൂൾ. ഇതാണ് ആർക്കിടെക്ചർ വൈസ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഈ പറഞ്ഞ എല്ലാ മൊഡ്യൂളിനും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫീച്ചറാണ് F5ലുള്ളത്. ഓക്കെ, ഇറ്റ്സ് കോൾഡ് ഫുൾ പ്രോക്സി ആർക്കിടെക്ചർ. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു F5 വൺ ഓഫ് ദ മൊഡ്യൂൾ ഈസ് ലോഡ് ബാലൻസ്, വിച്ച് ഈസ് LTM. ഓക്കെ, ആ LTM എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളെ F5 എന്ത് ചെയ്യും, ക്ലയന്റ് ടു സെർവർ ഡയറക്റ്റ് റിക്വസ്റ്റ് പോകുന്നതിന് പകരം ഇറ്റ്സ് എ സെർവർ. ഓക്കെ, നമ്മൾ ഇൻ ബിറ്റ്വീൻ ഒരു F5 ലോഡ് ബാലൻസർ വെക്കും. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാല്, നമുക്ക് മൾട്ടിപ്പിൾ സെർവേഴ്സ് ഉണ്ടാവും അവിടെ, S1, S2, S3, മൾട്ടിപ്പിൾ സെർവേഴ്സ്. അപ്പൊ നമ്മൾ F5 LTM മൊഡ്യൂൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ F5നകത്ത് ക്ലയന്റിന്റെ റിക്വസ്റ്റ് വരുമ്പം, ഓക്കെ, F5 will receive that request, then it will load balance the request according to your configuration. So normally we can say it's round robin. It's one of the feature in LTM. Round robin will load share. First request will go to S1, second request will go to S3, third request S3ലേക്ക് പോകും. അപ്പം റൗണ്ട് റോബിൻ എന്ന് പറഞ്ഞാൽ 1 to 1. ഓക്കെ, ഇതാണ് LTMന്റെ മെയിൻ ഫങ്ഷൻ, ലോഡ് ബാലൻസിങ്. ഓക്കെ, പക്ഷെ ഈ ലോഡ് ബാലൻസിങ്ങിന്റെ എലി മൊഡ്യൂൾ F5 ഡിസൈൻ ലൈക്ക് എ ഫുൾ പ്രോക്സി. ഓക്കെ, ഫുൾ പ്രോക്സി ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ there will be two sessions. Okay, client to F5
and F5 to pool member, which is servers. Okay. Full proxy architecture എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, രണ്ട് സെക്ഷൻ ഉണ്ടാവും. ക്ലയന്റ് ടു F5 ഇറ്റ്സ് എ സെപ്പറേറ്റ് സെക്ഷൻ. F5 വന്നിട്ട് എന്ത് ചെയ്യും, ഈ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് പുതിയ റിക്വസ്റ്റ് ആണ് സെർവറിലേക്ക് പോവുക, അതിന് സെപ്പറേറ്റ് സെഷൻ. ഓക്കെ, അതാണ് ഫുൾ പ്രോക്സി ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ. ഫുൾ പ്രോക്സി ആർക്കിടെക്ചർ എപ്പോഴും രണ്ട് സെഷൻ, ക്ലയന്റ് ടു F5 ഒരു സെഷൻ, F5 ടു റിയൽ സെർവർ ഒരു സെക്ഷൻ. അതാണ് എല്ലാ ഫുൾ പ്രോക്സി ആർക്കിടെക്ചർ. F5 എന്നല്ല, ഏത് സൊല്യൂഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഇത് ഫുൾ പ്രോക്സി ആർക്കിടെക്ചർ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം there is a two session, one session from client to the proxy, another session from proxy to server on behalf of the client. Okay. ഇപ്പൊ F5 എങ്ങനെ നോക്കാം, നമ്മളിപ്പോ ഒരു വെബ് സർവീസ് റിക്വസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഒരു വെബ് പേജ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ www.google.com ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വെബ് സെർവറിലാണ്. ഓക്കെ, നമ്മളിപ്പോൾ ക്ലയന്റ് റിക്വസ്റ്റ് ചെയ്യാണ് google.com. ഇപ്പൊ നമ്മൾ ഈ google.comന് റിയൽ സെർവറിന് S1 to S5 ഉണ്ട്, റിയൽ സെർവേഴ്സ്. അപ്പൊ നമ്മൾ F5ൽ എന്ത് ചെയ്യും, ഒരു വിർച്വൽ സെർവർ ഉണ്ടാക്കും. അതിന്റെ കോമ്പണന്റ് നമ്മൾ LTM ഡിസ്കഷനിൽ വരുന്നതാണ്, ടെക്നിക്കലായിട്ട് എങ്ങനെ അത് അച്ചീവ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ അത്രയും മനസ്സിലാക്കാം. നമ്മൾ F5-അകത്ത് ഒരു കോമ്പണന്റ് ഉണ്ടാവും ഈ സെർവറിൽ ഡയറക്റ്റ് റീഡയറക്റ്റ് ചെയ്യുന്നതിന് പകരം. അപ്പൊ ക്ലയന്റ് റിക്വസ്റ്റ് F5ലേക്ക് വരും. ഫസ്റ്റ് അവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ, ഫസ്റ്റ് നമ്മളെ TCP ഹാൻഡ് ഷേക്ക് നടക്കണം, അല്ലെ? TCP ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്, സിനാക് ആക്. ഓക്കെ, ഈ ഹാൻഡ് ഷേക്ക് കഴിഞ്ഞിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മളെ ആക്ച്വൽ റിക്വസ്റ്റ് HTTP റിക്വസ്റ്റ് വരുള്ളൂ, HTTP ഗെറ്റ് റിക്വസ്റ്റ്, അല്ലെ? അപ്പൊ TCP ഹാൻഡ് ഷേക്ക് കഴിഞ്ഞിട്ട് ക്ലയന്റ് എന്ത് ചെയ്യും, നമ്മളെ HTTP പേജ് google.com റിക്വസ്റ്റ് ചെയ്യും. ആ റിക്വസ്റ്റ് F5ൽ എത്തും. അത് ആ ഫസ്റ്റ് HTTP റിക്വസ്റ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, F5 എന്ത് ചെയ്യും, ഹാൻഡ് ഷേക്ക് തുടങ്ങും സെർവറിലേക്ക്. ഓക്കെ, സോ ഫസ്റ്റ് ഹാൻഡ് ഷേക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യും, HTTP ഫസ്റ്റ് റിക്വസ്റ്റ് വരും. അന്നതിന് ശേഷം മാത്രമേ നമ്മളെ സെർവറിന്റെ ബാക്ക് എൻഡിലേക്ക് നമ്മളെ ഹാൻഡ് ഷേക്ക് തുടങ്ങുള്ളൂ. ഹാൻഡ് ഷേക്ക് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഈ റിക്വസ്റ്റ് HTTP ഗെറ്റ് റിക്വസ്റ്റ് സെർവറിലേക്ക് അയക്കും, പിന്നെ നമുക്ക് റെസ്പോൺസ് തിരിച്ചയക്കും, എന്നിട്ട് F5 ആ റെസ്പോൺസ് ക്ലയന്റിലേക്ക് തിരിച്ചയക്കും. ഇതാണ് ഒരു ഫുൾ പ്രോക്സി എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ള ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ F5 എന്താണ്, ഫുൾ പ്രോക്സി ആർക്കിടെക്ചർ ആയി. ഫുൾ പ്രോക്സി കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ത്, ഇഷ്ടം പോലെ ബെനിഫിറ്റ് ഉണ്ട്. There will be lot of benefit with full proxy architecture because full proxy can see entire traffic because they are in the middle. Okay, they can see end-to-end traffic visibility. Okay, then as a F5 or any proxy can manipulate anything on traffic according to your need. Okay, full proxy architecture will give another advantage, especially on security perspective. Okay, you end-to-end visibility will give more control. അതായത് നമുക്ക് സെക്യൂരിറ്റി, എന്തെങ്കിലും സെക്യൂരിറ്റി ചെയ്യണമെങ്കിൽ, ഒരു സെക്യൂരിറ്റി ലെയർ അപ്ലൈ ചെയ്യണമെങ്കിൽ ഫുൾ പ്രോക്സി ആർക്കിടെക്ചർ എപ്പോഴും ബെനിഫിറ്റ് ആണ്. കാരണം ഫുൾ പ്രോക്സി ആർക്കിടെക്ചർ ക്ലയന്റ് ടു പ്രോക്സി ബിഫോർ ഫോർവേഡിംഗ് ടു സെർവർ, F5 or proxy will get that traffic completely. സോ സെക്യൂരിറ്റി അപ്ലൈ ചെയ്യാൻ ഏറ്റവും സുഖമാണ്. അതുകൊണ്ടാണ് നമ്മളെ ASM മൊഡ്യൂൾ, WAF മൊഡ്യൂൾ ഇവിടെ, which is a very good strong selling point of WAF is a full proxy architecture. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫുൾ പ്രോക്സി ആർക്കിടെക്ചറിന്റെ ബെനിഫിറ്റ് ഇതാണ്. F5ന്റെ മൊത്തം ആർക്കിടെക്ചർ, ബേസിക് ആർക്കിടെക്ചർ പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളെ ഈ കോഴ്സിൽ നമ്മളിപ്പോ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ LTM മൊഡ്യൂൾ, GTM മൊഡ്യൂൾ ആൻഡ് ASM മൊഡ്യൂൾ ആൻഡ് APM മൊഡ്യൂൾ, ഈ 4 മൊഡ്യൂള് നമുക്ക് ഒരു ബോക്സ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കോൺഫിഗർ ചെയ്യാം. ഓക്കെ, ഫ്രം സ്ക്രാച്ച് എൻഡ് ടു എൻഡ്.
നമുക്ക് എങ്ങനെ കോൺഫിഗർ ചെയ്യാം, പിന്നെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെ ഓപ്പറേഷൻ. സോ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആ പ്രൊഡക്റ്റ് നമ്മളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും, നമ്മൾ എങ്ങനെ കോൺഫിഗർ ചെയ്യും, നമ്മൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഓരോ മൊഡ്യൂളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ LTM കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ പിന്നെ നമ്മൾ കോഴ്സ് ഡീറ്റെയിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഇനീഷ്യൽ സെറ്റപ്പ് മുതൽ അങ്ങ് തുടങ്ങും. ഓക്കെ, ഹൗ ടു കോൺഫിഗർ ദ ബോക്സ്, മാനേജ്മെന്റ് IP, വാട്ട് ഈസ് ദ കോമ്പണന്റ് ഓഫ് LTM. ഓക്കെ, LTM നമ്മൾ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത്, എങ്ങനെ എന്തൊക്കെ അതിനുള്ള കോമ്പണൻസ്, നമ്മൾ എന്തൊക്കെ കോമ്പണൻസ് കോൺഫിഗർ ചെയ്യണം LTM-ല്, നമ്മുടെ ലോഡ് ബാലൻസിങ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലോഡ് ബാലൻസിങ് മെത്തേഡ് എന്തൊക്കെയാണ്. ഓക്കെ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. എങ്ങനെ ക്ലയന്റ് റിക്വസ്റ്റ് വരുന്നത്, FIയിൽ എങ്ങനെ അത് പ്രോസസ് ചെയ്യുന്നത്, എങ്ങനെ ബാക്കെൻഡിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത്, എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് ലോഡ് ബാലൻസിംഗിൽ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ലോഡ് ബാലൻസിംഗിൽ, നമ്മൾ റിയൽ എൻവയോൺമെന്റിൽ നമ്മൾ എങ്ങനെ FI ഡിപ്ലോയ് ചെയ്യുക. ഓക്കെ, FI എങ്ങനെ ഡിപ്ലോയ് ചെയ്യും റിയൽ എൻവയോൺമെന്റിൽ, എന്തൊക്കെ ഓപ്ഷൻ ആണുള്ളത്, DMSയിൽ എങ്ങനെ ഡിപ്ലോയ് ചെയ്യും, ഇൻസൈഡ് ഡാറ്റാ സെന്ററിൽ എങ്ങനെ ഡിപ്ലോയ് ചെയ്യും, നിങ്ങളെങ്ങനെ SDN ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും, Cisco ACI നമ്മൾ F5 ലോഡ് ബാലൻസ്ഡ് ആയിട്ട് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും, എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളത്, അങ്ങനെ റിയൽ സിനാരിയോസ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അതുകൂടാതെ എല്ലാം നമ്മൾ ഓരോ കോൺഫിഗറേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും നമുക്ക് ലാബ് ഉണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ഓവർവ്യൂ തരാം ലാബിനെ കുറിച്ചിട്ട്. എങ്ങനെയാണ് രണ്ട് തരത്തിലാണ് നമ്മൾ ലാബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളെ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ലാപ്ടോപ്പ് ഇൻ കേസ് യു ഡോണ്ട് ഹാവ് ലാബ് അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ലാബ് ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ IP ജസ്റ്റ് നിങ്ങൾ ഈ ബ്രൗസറിൽ ഈ IP കോൺഫിഗർ ചെയ്താൽ അപ്പം നമ്മളെ ഇവെന്റിലേക്ക് റീഡയറക്ഷൻ ആവും. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് നിങ്ങളെ ടോപ്പോളജി നിങ്ങൾക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളോട് ടോപ്പോളജി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആൾറെഡി ചെയ്ത് വെച്ച് ജസ്റ്റ് ലോഡ് ചെയ്താൽ മതി. ഇപ്പം ഇതാണ് നമ്മളെ F5. ഓക്കെ, 2 F5 നമ്മൾ ഇൻ മിഡിൽ ദർ ഈസ് എ ക്ലയന്റ് ആൻഡ് ദർ ഈസ് മൾട്ടിപ്പിൾ സെർവർ. ഈ മൾട്ടിപ്പിൾ സെർവർ വെച്ചിട്ട് നമ്മൾ F5 എങ്ങനെ ഈ ലോഡ് ബാലൻസിങ് LTM ഫീച്ചേഴ്സ് നമ്മൾ കോൺഫിഗർ ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുക എൻഡ് ടു എൻഡ്. ഓക്കെ, ഇത് നമ്മളെ F5 ആണ്. കൺസോൾ എങ്ങനെ നമ്മൾ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ മാനേജ്മെന്റ് IP എടുത്ത് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ GUI ആക്സസ്, വൺ ഓഫ് ദ കോൺഫിഗറേഷൻ ഓപ്ഷൻ വിത്ത് F5 is GUI. Okay, you can access with IP address then configure it. Okay, ഇപ്പൊ ഞാൻ പറഞ്ഞ ഡിഫറെന്റ് മോഡ്യൂൾ ഉണ്ട് F5 അല്ലെ. DNS, ഇതാണ് DNS മോഡ്യൂൾ. DNS ഗ്ലോബൽ ലോഡ് ബാലൻസിന് വേണ്ടിയിട്ട്. LTM ലോക്കൽ ട്രാഫിക് മാനേജ്മെന്റ് ലോഡ് ബാലൻസിങ് വിത്തിൻ ദ സിംഗിൾ ഡാറ്റാ സെന്റർ. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഡാറ്റാ സെന്റർ ഉണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ അപ്ലിക്കേഷൻ ലോഡ് ബാലൻസിങ് ചെയ്യണമെങ്കിൽ നമ്മൾ LTM യൂസ് ചെയ്യും. ഓക്കെ, ദെൻ വി ടോക്ക് അബൌട്ട് സെക്യൂരിറ്റി, ASM പോളിസി. OSM എന്തായിരുന്നു? നമ്മളെ WAF, അതായത് നമ്മൾ ഇൻസൈഡ് നിങ്ങളെ എൻവയോൺമെന്റിൽ നിങ്ങൾക്ക് ഒരു വെബ് അപ്ലിക്കേഷൻ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യണം, ഇന്റർനെറ്റിലോ ഇന്റേണലിലോ. മോസ്റ്റ്ലി ASM വിൽ യൂസ് ഇന്റർനെറ്റ് ഫേസ് പബ്ലിഷിങ്. അതായത് നിങ്ങളിപ്പോൾ ഒരു അപ്ലിക്കേഷൻ ഉണ്ട്, നിങ്ങളൊരു പോർട്ടൽ ഉണ്ട്, വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റിലേക്ക് അഡ്വർടൈസ് ചെയ്യണം. പക്ഷെ അത് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, WAF വെച്ചിട്ട് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളതാണ് ASM മോഡ്യൂൾ. സോ ASM മോഡ്യൂൾ സെപ്പറേറ്റ് ആണ്, LTM മോഡ്യൂൾ സെപ്പറേറ്റ് ആണ്, DNS മോഡ്യൂൾ സെപ്പറേറ്റ് ആണ്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കണം. അന്നേരം നമുക്ക് ആ ടെക്നോളജി എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പഠിക്കാൻ പറ്റും. സോ LTM-ൽ നമ്മൾ പറഞ്ഞു, LTM എന്ന് പറഞ്ഞാൽ ലോഡ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ ലോഡ് ബാലൻസിനകത്ത് കുറെ കോമ്പണൻസ് ഉണ്ട്. വിർച്വൽ സെർവർ, പൂൾ, പ്രൊഫൈൽസ്, നോഡ്സ്, മോണിറ്റർ. അതൊക്കെ എങ്ങനെ ഇത്രയും സാധനങ്ങൾ നമ്മൾ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇഫക്റ്റീവ് ലോഡ് ബാലൻസിങ് നമ്മളെ എൻവയോൺമെന്റിൽ നടക്കുള്ളൂ. പിന്നെ എങ്ങനെ ഓപ്പറേഷൻ, അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം, അതെങ്ങനെ മോണിറ്റർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ കോഴ്സിൽ നമ്മൾ കവർ ചെയ്യും. ഓക്കെ, ഇനി LTM-നെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കാം. LTM-നെ കുറിച്ച് മാത്രം ഞാൻ വേറെ മൊഡ്യൂള് ഒന്ന് എനിക്ക് കോഴ്സ് ഡീറ്റെയിൽ ഇതാണ്. ഓക്കെ, LTM-ന്റെ കോഴ്സ് ഡീറ്റെയിൽ ആണത്. അപ്പൊ നിങ്ങൾക്ക് ഒരു വർക്ക് ബുക്ക് കിട്ടും, നിങ്ങളെ ലാബ് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഇതിനകത്ത് നിങ്ങളുണ്ടാവും ഇൻട്രൊഡക്ഷൻ, സെറ്റിംഗ് ബിഗ് IP സിസ്റ്റം. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു ബോക്സ്, empty ബോക്സ് കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ ഇനീഷ്യൽ സെറ്റപ്പ് നടത്താം,
ഓക്കെ, ഇനീഷ്യലായിട്ട് IP കോൺഫിഗർ ചെയ്യാം, ആക്സസ് കോൺഫിഗറേഷൻ, ആക്ടിവേറ്റ് ലൈസൻസ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് LTMന്റെ കോമ്പണൻസ് നമ്മൾ പഠിക്കും. നോഡ്, പൂൾ മെമ്പേഴ്സ്, വിർച്വൽ സെർവർ, NAT, ഹെൽത്ത് മോണിറ്റേഴ്സ്, ഡിഫറെന്റ് ഓർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് ആ ലോഡ് ബാലൻസിങ് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ള പഠിക്കും. ഓരോ മൊഡ്യൂൾ പഠിക്കും. പിന്നെ ലോഡ് ബാലൻസിങ്, എന്തൊക്കെ ലോഡ് ബാലൻസിങ് ഉണ്ട് F5 is a very strong product. F5 have lot of load balancing method according to our requirement. അപ്പൊ നമ്മൾ ആ എല്ലാ ഓപ്ഷനും പഠിച്ചിരിക്കുന്ന എന്തൊക്കെ ലോഡ് ബാലൻസിങ് മെത്തേഡ് ആണ് F5 ഉള്ളത്, നമുക്ക് പ്രൊഡക്ഷൻ എൻവയോൺമെന്റിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, അത്രയും മെത്തേഡ്, ഏതാണ് ബെസ്റ്റ് പ്രാക്ടീസ് മെത്തേഡ്, ഓരോന്നിന്റെ യൂസ് കേസ് എന്താണ്, എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവായിട്ട് ആപ്ലിക്കേഷൻ ഡെലിവർ ചെയ്യാൻ പറ്റുക. ഓക്കെ, പിന്നെ അതിനുള്ള ഡീപ്പ് ടെക്നിക്കലാണ് പെർസിസ്റ്റൻസ് പ്രൊഫൈൽസ്. അതായത് നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻ റിക്വയർമെന്റ് ഉണ്ടാവും. നമ്മൾ ലോഡ് ബാലൻസിങ് ചെയ്യുമ്പം ആപ്ലിക്കേഷൻ പെർസിസ്റ്റന്റ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ലോഡ് ബാലൻസിങ് ചെയ്യുമ്പം ക്ലയന്റ് ടു സെർവർ റിക്വസ്റ്റ് സംടൈം റിക്വയർഡ് ടു ഗോ ടു ദ സെയിം സെർവർ ഓൾവേസ്. അതായത് ഒരു റിക്വസ്റ്റ്, ഒരു ക്ലയന്റിന്റെ റിക്വസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സെർവർ 1 വെച്ചാണെങ്കിൽ നമ്മൾ അത് ആ സെഷൻ എൻഡ് ചെയ്യുന്നവരെ അത് സെർവർ 1ലേക്ക് തന്നെ ഫോർവേഡ് ചെയ്യണം. അങ്ങനത്തെ വൺ ഓഫ് ദ ഫീച്ചർ ഇൻ F5 is called persistence. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇതിന്റെ ഓരോ ടോപ്പിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും, എന്നിട്ട് അതിന്റെ ലാബ് ചെയ്യും. ഓക്കെ, ഇതാണ് F5ന്റെ കോഴ്സ്, LTM കോഴ്സ്. അതാണ് ബേസിക് F5 LTM കോഴ്സ് എല്ലാവർക്കും. അതായത് നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയാലും സെക്യൂരിറ്റി എഞ്ചിനീയർ ആയാലും LTM എന്തായാലും അറിഞ്ഞിരിക്കണം. കാരണം എന്താ വെച്ചാൽ അതാണ് ബേസിക്. നമ്മളിപ്പോ ഏത് മൊഡ്യൂളിൽ പോയി കഴിഞ്ഞാലും F5 LTM വേണം. അതിപ്പോ നമ്മൾ ASM കോൺഫിഗർ ചെയ്യാൻ പോകും. നിങ്ങൾ WAF നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ, ആ മൊഡ്യൂൾ വാങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് WAF കോൺഫിഗർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോഴും നമ്മൾ LTM വേണം. LTMന്റെ ടോപ്പിലാണ് നമ്മൾ ASM എല്ലാം ചെയ്യുന്നത്. ആ വിർച്വൽ സെർവർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ASM അതിന്റെ ടോപ്പിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ഏത് പ്രൊഡക്റ്റ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിലും LTM ഈസ് മിനിമം കോൺഫിഗറേഷൻ. ഈ LTMന്റെ പുറത്താണ് നമ്മൾ എല്ലാ ഫീച്ചേഴ്സും എനേബിൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാനിപ്പം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ASM എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന്റെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ LTM മൊഡ്യൂളില്? ക്വസ്റ്റ്യൻ? ഇപ്പൊ നമുക്ക് സെർവർ ക്ലയന്റ് സൈഡിൽ നിന്ന് നമ്മളൊരു സെഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലയന്റ് ടു F5 ഒരു സെഷൻ ഉണ്ട്, F5 ടു സെർവർ വേറെ സെഷൻ ഉണ്ട്. ഓക്കെ, സോ ഈ എൻഡ് സെർവറിൽ, ബാക്ക് എൻഡ് സെർവറിൽ നമുക്ക് ക്ലയന്റ് ട്രാഫിക് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ എങ്ങനെ കൺഫേം ചെയ്യാം? Is there any session ID or something which is common in between all these two? അതായത് നിങ്ങളെ റിക്വയർമെന്റ് എന്താ വെച്ചാൽ ക്ലയന്റിൽ നിന്ന് റിക്വസ്റ്റ് വന്നു, F5ലൂടെ പോയി സെർവറിൽ നിങ്ങൾ ആ ട്രാഫിക് എത്തുന്നുണ്ടോ എന്ന് അറിയാനാണ്. കാരണം നമുക്ക് സെർവർ സൈഡിൽ നമ്മൾ കാണുന്നത് SNAT IP ആയിരിക്കും. നമ്മുടെ സൈഡിൽ പാസ് ത്രൂ ആണ് SSL എന്നുണ്ടെങ്കിൽ ഒബിയസ്ലി നമ്മള് ക്ലയന്റിന്റെ ഇൻഫർമേഷൻ നോർമൽ കേസിൽ കാണത്തില്ല. അപ്പൊ നമുക്ക് അങ്ങനെ You are right. സോ അത് നമ്മൾ കവർ ചെയ്യുന്ന F5 എങ്ങനെ ഡിപ്ലോയ്മെന്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, നമ്മളെ നെറ്റ്വർക്കിൽ F5 എങ്ങനെ ഡിപ്ലോയ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓവർ ചെയ്ത് തരാം, നിങ്ങൾ ക്വസ്റ്റ്യൻ അതായതുകൊണ്ട്. ഓക്കെ, ഓക്കെ, നമ്മൾ F5 ഒരു നെറ്റ്വർക്കിൽ ഡിപ്ലോയ് ചെയ്യുന്ന 2 മോഡാണുള്ളത്. ഓക്കെ, വൺ ഇസ് കോൾഡ് റൗട്ടഡ് മോഡ്, അനദർ ഇസ് കോൾഡ് SNAT മോഡ്. ഓക്കെ, secure NAT translation mode. So most of the production deployment based on SNAT mode because of simplicity of implementation. SNAT മോഡിൽ എന്താണ് ബെനിഫിറ്റ് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ആൾറെഡി നിങ്ങളെ നെറ്റ്വർക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ആ നെറ്റ്വർക്കിൽ കുറെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾ റൺ ചെയ്യുക സിംഗിൾ സെർവർ, മൾട്ടിപ്പിൾ സെർവർ, ഓർ യു ആർ ചേഞ്ചിങ് യുവർ എക്സിസ്റ്റിംഗ് സൊല്യൂഷൻ ടു F5. Okay, you are bringing F5 in the network. So if you go with routed mode, what is the issue with routed mode? You have to change your server gateway.
default gateway of your server should change back to F5 in routed mode. Okay? അതെന്തിനാ വെച്ചാല് നമ്മളെ റിപ്ലൈ ട്രാഫിക് റിവേഴ്സ് ട്രാഫിക് പ്രശ്നമാവും നോർമൽ കേസിലാണെങ്കിൽ റൗട്ടഡ് മോഡിൽ. അതെ. ഓക്കെ, റൗട്ടഡ് മോഡിൽ നമ്മൾ ആ ഗേറ്റ്വേ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ക്ലയന്റ് ടു F5 റിക്വസ്റ്റ് വന്നു, F5 സെർവറിലേക്ക് ഫോർവേഡ് ചെയ്തു. ഇപ്പൊ സെർവറിന്റെ ഗേറ്റ്വേ വേറെ ഒരു കോർ സ്വിച്ച് ആണെന്ന് വിചാരിച്ചു. ആ കോർ സ്വിച്ചിന്റെ കേസിൽ സെർവർ റിപ്ലൈ ഇങ്ങനെ പോകും, തിരിച്ച് ക്ലയന്റിലേക്ക് എത്തും. അപ്പൊ F5 will not see reply traffic. To avoid this, you have to implement routed mode. Your server gateway have to change back to F5, so that when the server reply, it will come back to F5. This is called routed mode. Okay. For example, if you have a green field, it's a new network, you can go with routed mode. There is no problem at all. But in most of the cases, we have a brown side deployment, which is existing network running, right? So that we will go with SNAT mode. In SNAT mode, what F5 will do, while the client request come, F5 will receive it and F5 will NAT with its own IP. Okay, you define some IPs here. It's a different IP sets. It's called self IPs. Another is SNAT pool. So different options are there. Okay, so if you configure with source NAT, F5 will go with its own self IP or a SNAT pool you define in the F5. ആ IP വെച്ചിട്ടാണ് ക്ലയന്റിലേക്ക് പോവുക, സെർവറിലേക്ക് പോവുക. അപ്പൊ സെർവർ നമുക്ക് തിരിച്ച് ട്രാഫിക് വരുമ്പം എപ്പോഴും എന്തായിരിക്കും എസ്നാറ്റ്, നമ്മൾ F5ന്റെ IP വെച്ചാ പോകുന്നത്. അപ്പൊ സെർവർ എപ്പോഴും സെർവറിന്റെ റിപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും സോഴ്സ് എന്തായിരുന്നു, F5ന്റെ IP. അപ്പൊ there is no chance to go back to outside anywhere in the network, right? It will come back to here because F5 is coming with NAT. So the problem with this deployment is the application server or application owners, if they look their application logs, IIS or Apache, whatever they are running in backend, they cannot see real client who is coming to me. Okay, this is one of the main issue with SourceNet deployment. Okay, but if I have a solution for that, it's called X forwarder enablement. Okay, so in X forwarder enablement, what it will do, F5 will insert the real IP in X forwarder while it going to the real server. So the application log IIS or Apache, they have to log their X forwarder in their log to know that the traffic is received from which real client. So F5 will take the source IP of client and put in X forwarder field in the header, right? So that the application will understand the traffic is coming from this client, real IP. Okay, this is the solution for that. I hope this answer your question. Yeah, it's clear. അപ്പോൾ എക്സ് ഫോർവേഡ് ഇല്ലാത്തൊരു കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെഷൻ എൻഡ് ടു എൻഡ് സെഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? നമ്മളിപ്പോ ട്രബിൾ ഷൂട്ടിംഗ് നോക്കുന്ന session monitoring is just you can have any sniffing. Okay, but the problem with that, you cannot correlate this session with this exact line. There is one method. If F5 doesn't change the source port, if you put preserve mode of source port, you can compare with the source port between two sessions so that you can identify somewhat, but it's not effective solution at all. ഓക്കെ, ഞാൻ ചോദിക്കാൻ വേറെ ഒന്നുണ്ടല്ല, ഞങ്ങൾക്ക് ഇന്നലെ ഒരു റിയൽ ടൈം ഇഷ്യൂ വന്നതുകൊണ്ടാണ്. അപ്പോൾ ബാക്ക് എൻഡ് സെർവറിൽ ട്രാഫിക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈവൻ F5 സൈഡിൽ നമുക്ക് ഫ്രണ്ട് എൻഡ് കേൾ റിക്വസ്റ്റ് റേസ് ചെയ്യുന്ന സമയത്ത് റെസ്പോൺസ് വരുന്നുണ്ടായിരുന്നു, പക്ഷെ ബാക്ക് എൻഡിൽ പ്രോപ്പർ ലോക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചോദിച്ചു. അങ്ങനത്തെ കേസിൽ the best method is sniffing. So you have to do true sniffing from client to F5, make a packet capture. Okay, go and take server side packet capture. See the request is coming in both capture. So you'll understand where is the issue. Thanks, Sanjay. So അത് നമ്മൾ ഡിപ്ലോയ്മെന്റ് ഡിസ്കസ് ചെയ്യും, എങ്ങനെ കാര്യങ്ങൾ പാക്കറ്റ് ക്യാപ്ചർ ഓപ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും, എങ്ങനെ നമുക്ക് ട്രിപ്പിൾ ഷൂട്ട് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, നമ്മുടെ ക്ലാസ്സസിൽ ട്രബിൾ ഷൂട്ടിങ്ങിന് എത്ര വെയിറ്റേജ് കോൺഫിഗറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് 15 സെഷൻസ് അല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ ടോട്ടൽ? അതെ,
troubleshooting session നമ്മൾ എന്തായാലും 3 days troubleshooting session ആയും end of the exam. Okay, especially for packet capture kind of thinking, profile, what profile you need to double check on the issues, where the traffic is checking or it's reaching to F5 or in the back end is traffic is going back. All this scenario will be tested with the troubleshooting session. Okay, SSL covered ആണോ അതില്? Yes, SSL offloading is covered. We will learn about certificate import, how to import certificate into F5, how to apply on the SSL session, what is the minimum requirement. All this will be real lab. Okay, we will do in real lab. We will apply this all SSL profile and we'll see real time. Okay, how the SSL implement certificate, SSL offload. This is a specific section for SSL offload. Okay, yeah, that is also covered. Okay, if okay ആണെങ്കിൽ നമ്മൾ വാഫിന്റെ ഒരു ഡിസ്കഷനും കൂടി ചെയ്തിട്ട് നമുക്ക് ഇനി ഡിസ്കഷനിലേക്ക് പോവാം. ഓക്കെ, നജീബ്, ഒരു ക്വസ്റ്റ്യൻ. ഇതില് നിങ്ങൾ ടോപ്പോളജി എങ്ങനെയാണ് സെറ്റ് ആക്കണത്? F5 മാത്രമായിട്ടുള്ള ഒരു ടോപ്പോളജി ആണോ, അതോ എങ്ങനെയാണ് നിങ്ങൾ ടോപ്പോളജി ഇതിൽ ഇതാക്കണത്? ഓക്കെ, see, this is one topology I make it, but it's not restricted for anything. Okay, I will explain you. If you want real scenario how the network is designed and where you place the F5 in your network, we can build the same real production environment. You can reproduce it end to end with firewall, with load balancer and everything. Okay, here what I reproduced as a topology. Okay, I make a simple topology here, client, which is you see a Linux box with IP 10.10.100. Okay, and this have a distribution switch gateway of this client is here. Then after that we put our F5. Okay, active standby box, whatever deployment we can have. Then we put a switch here, then the real servers. Okay, S1, S2. You can think about what is in our topology we may miss for DMZ. For example, you are deploying an F5 for your DMZ, okay, demilitarized zone. So the topology will be little bit changed. We can reproduce that also. You will have a internet routers and internet links here in your real environment. There will be a L2 switch. Layer 2 switch will connect your internet router. Then internet router, then you have an internet firewall here. Normally, internet firewall, right? In internet firewall, there will be 3 legs. One is outside, another is DMZ, another leg is inside, right? So DMZ, and this DMZ will connect to a DMZ switch, where your all DMZ devices will connect to that switch. This is a normal scenario. Okay, for example, you have F5 in DMZ, you will connect F5 like this to DMZ switch. For example, you have real server farm, okay, servers in your rack. Okay, you connect your DMZ switch because you want separate server for DMZ segment. Then you have any other solution like GTM, you will connect your DMZ switch. But the gateway for all this guy will be a firewall DMZ interface in normal deployment scenario. Okay, so this also we can reproduce in lab because it's flexible to make our topology, and we have multiple object. You can add anytime any firewall like a Fortinet or Palo Alto, whatever you need, you can add in your topology and you can test that scenario. Okay.
And here we have 2F5, okay? And after that UF5, you put this in configure and you can access even from outside, okay, with public IP. So you can directly access the F5 and you can configure the topology here, okay? And yeah, this is not restricted to any topology. We can design our own, but now I put a simple topology with the client F5 and server in the backend, okay? So the client will be like this. So you can have it here. Let's say you can access, see, this is a web server in the backend of F5, okay? It's hosted in this real server, but it's accessing through F5, okay? Okay. That's it for LTM. Okay, let's have a look on ASM little bit, just high level, okay? Because this is also a strong product. If you are a security engineer or a network security engineer, you definitely know about ASM. ASM is an advanced swap from F5. Okay, so very good product. So how you protect your application from a non-threats, okay, or even zero day. So let's have a small discussion, but not in deep level. Okay, so we know that now it's a purely security topic. Okay, so not anywhere network, but yeah. See how in today network, so web application F5 ASM or advanced WAP will protect all web application. Make a note, okay? Web application. So if it is not web application, let's say it's not HTTP or web application, you cannot apply WAP. So WAP is designed only for web application. Okay, very important. So how you protect with FIASM? Okay, now we have to understand what is the current threat. Okay, it's normally what and bad actor or an attacker is focusing on in the internet. So there will be a vendor vulnerability disclosed. Okay, so vendor or any third party guys find that there is a vulnerability in your web application. Let's say IIS or Apache or even the operating system or anywhere. Okay, so the attackers will try to scan your network from internet with automated tools to find your web application is have any vulnerability or not. So they will come with scanner from the internet. They will scan your published application to internet and find there is a vulnerability in your portal. You are using X software and this have this vulnerability, and they will use that vulnerability to make an exploit on your web application. Okay. So attackers locate additional server and login credentials. So when they find that vulnerability and that vulnerability have access to specific resources in your server, and they can locate your server and they will get your additional server details. May they expose some credential to your application, may they get it, then they will utilize that data for further attacks. Okay. So what can F5 do here with kind of protection when there is a vulnerability? What kind of protection F5 can do it? Another thing like malicious bot. Okay, let's say human beings, we are accessing the web application, there is no issue. But bad actors, they will not use, they will use bot, okay, device, an automated device which he can initiate a request to your web server, okay, like human being, but it will be machine based, so that request will be in per second. There will be a huge request from bot, or there will be a slow request based attack. It depends on the attack type, what they are doing towards your web application. So how
you know that this request is from real human being or a bot. Okay, from that perspective, how FI can identify the end user? Is it a human being request, or it's a malicious bot or an automated request? Okay, so security and this team also need to protect abuse critical business logics such as log on, create account, transfer money function in terms of modern application. So end point നമ്മൾ ഐഡന്റിഫൈ ചെയ്യൽ എങ്ങനെയാ, അതായത് നമ്മൾ വാഫ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എൻഡ് പോയിന്റ് ഐഡന്റിഫൈ ചെയ്യാം. ആ എൻഡ് പോയിന്റ് ഐഡന്റിഫൈ എന്തിനാന്ന് വെച്ചാൽ നല്ല ബോട്ടും ഉണ്ടാവും, ബാഡ് ബോട്ടും ഉണ്ടാവും. നല്ല ബോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾറെഡി ഒരു ബോട്ട് സൊല്യൂഷൻ ഉണ്ട് നിങ്ങളെ എൻവയോൺമെന്റിൽ, അല്ലെങ്കിൽ നമ്മളെ വെബ്സൈറ്റ് മോണിറ്റർ ചെയ്യണം, അപ് ടൈം മോണിറ്റർ ചെയ്യണം നമ്മളെ എൻവയോൺമെന്റിൽ. ഓക്കെ, നമ്മളെ വെബ്സൈറ്റ് എത്ര ടൈം വരെ അപ്പായി നിൽക്കുന്നത്. അപ്പൊ അതൊരു ബോട്ട് കൈൻഡ് ഓഫ് തിങ് അല്ലെ. അത് ഹ്യൂമൻ ബീങ് പോയിട്ട് നമ്മൾ പിങ് ടെസ്റ്റ് ചെയ്യില്ല ചെയ്യുക. അവിടെ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ പിങ് റിക്വസ്റ്റ്, ICMP റിക്വസ്റ്റോ ഏത് പ്രോട്ടോകോൾ ലെവൽ റിക്വസ്റ്റ് അയക്കുന്നു. അങ്ങനത്തെ ബോട്ട് നമുക്കത് ഇറ്റ്സ് എ ഗുഡ് ബോട്ട്, റൈറ്റ്? സോ നമുക്ക് ആ ബാഡ് ബോട്ടും മലീഷ്യസ് ബോട്ടും ഐഡന്റിഫൈ ചെയ്യാനുള്ള മെത്തേഡ് എന്താണ്, അതെങ്ങനെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ബാഡ് ബോട്ട്, മലീഷ്യസ് ബോട്ട് നമ്മളെ ആപ്ലിക്കേഷനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം? Yeah, there is a feature in FI to do so. Okay. Now you have a question here, why I need a WAF? I have a next generation firewall, right? I have a next generation firewall in environment, still I need WAF? Yeah, the answer is yes, still you need a WAF, because next generation firewall is a packet-based solution, right? Packet-based handling. And next generation firewall normally sit in between client and server, but they are not proxy. Okay, they are not complete proxy because of that limitation. But FI is a proxy in between your client and application. So FI can see full traffic, full visibility end to end, even if on SSL port 443 traffic, I have a full visibility on it because I am a reverse proxy. Client to FI is one session and FI to server is one session. But in firewall, no, it's not reverse proxy. It's sit between the traffic. So they don't have a capability on each to do a deep content inspection. There is a possibility, but they cannot see end-to-end traffic visibility. Okay, end-to-end traffic visibility. So as you are aware, traditional firewall before next generation firewall can only go up to layer 4. Okay, to see the traffic. Then you create an access list to allow this IP to this, and this port should be allowed. They cannot see or they cannot protect any layer 7 attacks. Okay, that's why next generation firewall will come and they started to work on layer 7s, because next generation firewall have capability to identify up to application layer, application level. I'm not explaining the basic things of layered designs, like what is layer 7, what is layer 4. While we start in the class, we will explain that. Okay, different physical data link, whatever the network OSI layers, just to understand this all level. Okay, for now, next generation firewall can look at L7, which is application level. They can identify the payload. Payload is nothing but a actual data traffic. Okay, where the exact data is coming. So next generation firewall can look at payload and see is a real or good traffic, or is there a malicious traffic in this payload or not. Okay, they can do it, but they have some limitation. They cannot do much with some type of application attacks today. Today, if you look at attack perspective of your web application, it's a huge. So there is different techniques the attackers are using. So if you know about OWASP top 10, okay, this is OWASP top 10 is a framework, okay, to give you an idea of major attack type in today web application.
Okay, today web application, can attacker use it? Okay, so firewall vendors are not fully compliant with OWASP top 10. Okay, let's say I will give you an example. Okay, let's see. For example, firewall can get the source IP address, right, from traffic, but firewall cannot get which is this endpoint. Is it a mobile? Is it a server? Is it a Chrome browser? Whatever endpoint information, firewall cannot see it end to end. But FI can see that. Is it coming from a browser or endpoint, or if an endpoint is what is the versions, or is a mobile device, it's a board device. So FI can see the endpoint information so that they can protect more. For example, if they see that it's a malicious bot, this kind of traffic should be dropped. But next generation firewall cannot see the endpoint device. Okay, so endpoint next generation firewall cannot protect, in that level. And what about another thing, like you have an HTTP request coming from internet to your ASM box or firewall, let's say. If you look at HTTP request, I will explain you while we have in the course different HTTP methods called HTTP methods. Okay, there is a get request, there is a put, there is a delete, there is a different method. Okay, so firewall cannot block specific type of HTTP methods. Okay, let's say I want to allow on that application, on that URL only get request. Remaining all method I should block. So this kind of scenario, you cannot do it in next generation firewall. That's why the WAP is very important for any organization. Okay, what WAP can do as a high level? Providing virtual patching for your application. For example, there is a vulnerability reported on these days, and this application owner didn't patch, or they need some more time to apply this patch because the application is very critical, we cannot bring down without testing it. F5 can patch your application from front end. Okay, this is one main feature of F5. Now F5 can inspect ingress application traffic to identify and block is it a scanner or an attack or a bot. Ingress application, inspecting egress traffic to prevent sensitive data explosion. Okay, this is another good feature in F5 WAF. Ingress application request. For example, the firewall generally will look at client to server. While the same session, then they will enter in session table. Okay, there is a session one, correct? But while the server reply back to the client, most firewall cannot check the response detail. What exposure is going? Some attacker already compromised your server, and server is sending some data to CNC server, yes, command and control center. So this kind of response inspection is a big feature in F5. They can, because they are full proxy, they can see in and out. So F5 will do inspection on reply called response packet. Okay. Then securing API call, one of the major feature in ASM. Okay, so we will look at the WAF, how to configure, manage the ASM. Okay, and in this course you will study about WAF, how to protect your web application, what is the method to protect your web application. There is a lot of good concept you have to understand the ASM. Okay, how the policy can build to protect your web application. F5 have a feature to make the policy automatically or manually. So there is a different type of security policy enforcement in the ASM. You have to understand each policy type. What is the template usage in F5?
what is attack signature, what is the application language support, what is the enforcement mode in F5 ASM. So how this kind of policy fine tuning in the ASM, how you can fine tune the policies. And by the way, F5 ASM, it's not one time job like firewall, you create a rule and keep it there. No, F5 ASM required a regular update on the rule. Okay, you have to watch, monitor and fine tune your policy. So how you will monitor and fine tune this policy to protect your web application? We will do real scenarios, okay, with your protection, how you can attack a web server, make an attack traffic, what kind of attack traffic can have on the web application, then how the web can protect this. You see that? You can have an example on the every SQL injection, whatever you can try to your web applications. Okay, then you can configure the ASM policy and how you can protect each type of vulnerability or an attack type. Okay, this is all related in OWASP top 10. Okay, OWASP top 10, if you don't know about OWASP top 10, you can check. It's just a best practice framework to know what kind of major attack in the internet towards your web application. And if you want fully OWASP top 10 compliant, you have to know each attack type and injection attack. So it's 2017. In 2021 there is a new one, so this is the latest one, 2021. Okay, so this is, so in OWASP top 10 2021 they updated with the broken access control. Okay, so if there is a broken access control, how you will protect this kind of broken access in your applications, how it will fully compliant. So after you configure the ASM policy in your F5, you can check that your application or your configuration is compliant in OWASP 10, top 10 or not, to be protected completely. So you can have a report on that as well. Okay, OWASP top 10 compliant. So we'll go to each this type of attack, we'll reproduce in your lab. Okay, and then we will configure each policy, okay, in the ASM. And in the policy, you will know that which tier or which layer of ASM policy is protecting this kind of attack. Okay. So just see here. You see that I make an attack. It's called SQL injection. Okay, because of variable ID. So you are doing something in your text box. You see that bringing me all the username and password, username for the application. So this application is designed to be vulnerable actually. That's why you can test all these things. It's called DVWA project. You can do all kind of attack. So this is one of the attack which in the text box, if you put these keywords, you can get all the ID detail from your backend database. So this application is vulnerable for SQL injection. So in F5, you apply a policy and you can block that kind of protection. So it's happening really. Why it's happening? Because the application developer didn't write a code to evaluate what data you are inputting in the field. So user input verification should be applied to protect this kind of SQL injection attacks. Okay. So this kind of, there is a lot of things to discuss about ASM. So this is the major or summary of the ASM, how it look like. And it's a separate module you can have on that as well. Okay, so that's it for ASM and GTM and APM. I just discussed only a high level for now because the time is exceeded already. Now, if you have any question or specific requirement of any other modules also, I can discuss. Now, if you have any question, let me know. Yes, Najib. Thanks for the session. See, ഇതിന് നിങ്ങൾ ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? സ്റ്റഡി ഗൈഡ്സ്, ലാബ്സിന് പുറമെ എന്തെങ്കിലും ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അത് മാത്രമല്ല, പിന്നെ ടോട്ടൽ ഡ്യൂറേഷൻ എത്ര വരും? ഓൾ ഈ 4 modules ആണല്ലോ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ അതിനിടയ്ക്ക് ബ്രേക്ക് ഉണ്ടോ? ഡിസൈൻ ചെയ്തിരിക്കുന്നത് 15 days per module ആണ്. ഓക്കെ,
പിന്നെ ലാബ് വർക്ക് ബുക്ക് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ബുക്ക് കിട്ടും. ഈ ഓരോ സ്റ്റെപ്പ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള വർക്ക് ബുക്ക് കിട്ടും. ഞാൻ ആദ്യം നമ്മൾ ആ ക്ലാസ്സിൽ കാണിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ആ വർക്ക് ബുക്ക് അനുസരിച്ച് ലാബ് ചെയ്ത് നോക്കാനും പറ്റും. പിന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എപ്പോഴും സ്ലൈഡ് വെച്ചിട്ടാണ്. ഓക്കെ ഓക്കെ, നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആസ് നമ്മൾ ബിഗിനറാണ്, ഇതിൽ ലോഡ് ബാലൻസറിൽ അധികം വലിയ പരിചയമില്ല. അപ്പൊ അതിനെ പറ്റിയ ബുക്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഓ ഉണ്ട് ഉണ്ട് ഉണ്ട്, അതെല്ലാം കിട്ടും. ഓക്കെ, നമ്മൾ വർക്ക് ബുക്കിനെ കുറിച്ച് നമ്മൾ ലാബ് ചെയ്ത് നോക്കേണ്ടതിന്റെ ഡോക്യുമെന്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഡീറ്റെയിൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ വൈറ്റ് പേപ്പർ, റിലീസ് നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഈസി, നിങ്ങൾക്ക് ഡോക്യുമെന്റ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇത് ഈ കോഴ്സ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. മീൻസ് ഇപ്പൊ നമുക്ക് എല്ലാ മൊഡ്യൂളും ആവശ്യമില്ലെങ്കിൽ ഈ കോഴ്സ് കസ്റ്റമൈസ്ഡ് ആണ്. നിങ്ങൾക്ക് വേണ്ട മൊഡ്യൂൾ മാത്രം, LTM മാത്രമാണെങ്കിൽ LTM മാത്രം സെലക്ട് ചെയ്യാം. ASM അല്ലെങ്കിൽ ASM സെലക്ട് ചെയ്യാം. GTM ഗ്ലോബൽ ലോഡ് ബാലൻസിങ് ആണെങ്കിൽ GTM സെലക്ട് ചെയ്യാം. APM നിങ്ങളെ എൻവയോൺമെന്റിൽ APM ഉണ്ട്, നിങ്ങൾക്ക് അത് പഠിക്കണമെങ്കിൽ അതും ചെയ്യാം. ഇത് കംപ്ലീറ്റ് മോഡ്യൂൾ ബേസ്ഡ് ആണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പക്ഷെ മെയിൻ ആയിട്ട് LTM നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. LTM ആണ് അതിന്റെ ബേസ് മോഡ്യൂൾ FIന്റെ. ഓക്കെ, ആഫ്റ്റർ 15 days നമുക്ക് ബ്രേക്ക് ഉണ്ടോ? അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണോ? അങ്ങനെയല്ല, നമ്മൾ ഓരോ മൊഡ്യൂളിന് ഓരോ ക്ലാസ് ആയിരിക്കും. നിങ്ങൾ ഇപ്പൊ LTM ബുക്ക് ചെയ്യണമെങ്കിൽ LTMന് ഒരു ബാച്ച് ഉണ്ടാവും. ASM ബുക്ക് ചെയ്യണമെങ്കിൽ ASMന് ഒരു ബാച്ച് ഉണ്ടാവും. സാർ പിന്നെ ഡെയിലി ക്ലാസ് അവേഴ്സ് എത്ര ആയിരിക്കും പെർ ഡേ? 2 hours per day. 2 hours per day. ടൈമിംഗ് നമ്മൾ ഓഫ് അവേഴ്സ് ആണ് നോക്കുന്നത്. അതായത് ഇന്ത്യൻ ടൈം ആണെങ്കിൽ നമ്മളൊരു 7 to 9 അതായിരിക്കും മെയിൻ ഫീസിബിൾ ടൈം. സാർ ഒന്നും അങ്ങോട്ടാക്കാൻ പറ്റുമോ? 8 to 10 ആക്കാൻ പറ്റുമോ? കാരണം ഇവിടെ രാത്രി നമുക്ക് നോക്കാം. അത് ടൈമിംഗ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നോക്കാം. നമ്മളെ ബാച്ച് ആയി കഴിഞ്ഞിട്ട് ഒന്ന് കൺഫേം ആയി കഴിഞ്ഞിട്ട് നമുക്ക് അതിനനുസരിച്ച് ടൈമിംഗ് ഷെഡ്യൂൾ ചെയ്യാം. നയീബ് സർ, അതുപോലെ നമ്മളുടെ ഈ എക്സാമിന്റെ സ്ട്രക്ചർ ഒന്ന് പറയാമോ? മീൻസ് എക്സാമിന്റെ എത്ര ഫീ വരുന്നത്, ആ രീതിയിലുള്ള. Okay, if anybody interested for FI certification, okay, so this is the certification track. FI സ്റ്റാർട്ട് ചെയ്യുന്ന 101 എന്ന് പറഞ്ഞ എക്സാം ആണ്. അതാണ് ബേസിക്. എന്തായാലും 1 hour ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മൊഡ്യൂളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, 101 വെരി ബേസിക് മൊഡ്യൂൾ. ദേ വിൽ ടോക്ക് അബൌട്ട് ISI, OSI layers and basic networking. Like see, if you go to blueprint, you will know the topic discussing in that exam. So you just refer that blueprint, okay, on each exam. Okay, they will give you the topics here. അപ്പോൾ ആ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഏതൊക്കെ മൊഡ്യൂളാണ് പഠിക്കേണ്ടതെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ 101 ആണ്. പിന്നെ 201 വെരി ബേസിക് ആണ്. ടീമോസ് അഡ്മിനിസ്ട്രേഷൻ, പ്രീ സെയിൽസ്. അത് പ്രീ സെയിൽസ് സെയിൽസ് ഗൈസിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ ഇതിൽ ഒരു എക്സാം എഴുതിയാൽ മതി. 201 ടീമോസും അപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഫണ്ടമെന്റൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ 301 എന്ന് പറഞ്ഞ സീരീസ് വരും. 301 നമ്മൾ LTM, DNS, ASM, APM 4 മൊഡ്യൂളുകൾ. അത് 4 301 സീരീസ്, 301, 302, 303, 304 സീരീസ്. അത് 4 എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 401 പോകാൻ പറ്റൂ. 401 ആണ് സെക്യൂരിറ്റി സൊല്യൂഷൻ ഡിസൈനർ എക്സ്പെർട്ട് ലെവൽ സർട്ടിഫിക്കേഷൻ. സോ എക്സ്പെർട്ട് ലെവലിൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഈ 3 സീരീസ് LTM സ്പെഷ്യലൈസ്ഡ് ആയിരിക്കണം, DNS സ്പെഷ്യലൈസ്ഡ് ആയിരിക്കണം, ASM അറിഞ്ഞിരിക്കണം, APM അറിഞ്ഞിരിക്കണം. ഇത്രയും 4 മൊഡ്യൂൾ നിങ്ങൾ മിനിമം അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് 401 സെക്യൂരിറ്റി എക്സ്പെർട്ട് സൊല്യൂഷൻ സർട്ടിഫിക്കേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ ക്ലൗഡ് സൊല്യൂഷനിൽ നിങ്ങൾ പോകണമെങ്കിൽ 402, 401 എഴുതണമെങ്കിൽ എപ്പോഴും നിങ്ങൾ 301 ഈ ടോപ്പിലെല്ലാം കഴിയണം, എന്നാലേ അങ്ങോട്ട് പോകാൻ പറ്റും.
ഓക്കെ നജീബ്സ്. ഇപ്പൊ നമ്മളിവിടെ LTM എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാർ പറഞ്ഞല്ലോ, ഇപ്പോൾ LTM ഓരോ മൊഡ്യൂൾ ബേസിലാണ് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ LTM ആണ് സെലക്ട് ചെയ്യുന്നത്. മീൻസ് ബേസിക് ആണ്, ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഇതിൽ F5. സോ നമ്മൾ LTM ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ 101-ഉം 201-ഉം 301-ഉം കവർ ചെയ്യുമോ കോഴ്സിൽ? അല്ലല്ല, LTM നിങ്ങൾ LTM എടുക്കുകയാണെങ്കിൽ നമ്മൾ 101 മുതലാണ് പ്ലാൻ ചെയ്യുന്നത്. OSI layers മുതൽ നമ്മൾ ബേസിക് ആയിട്ട് തുടങ്ങിയിട്ടാണ് ഇവിടെ എത്തുന്നത്. 301 അതെ, നമ്മൾ 301 B വരെ കവർ ചെയ്യും LTM. ബി വരെ നമ്മൾ കവർ ചെയ്യും നിങ്ങൾ LTM എടുത്തു കഴിഞ്ഞാൽ. ഈ 1-ഉം 2-ഉം വെരി ബേസിക് ആണ്, നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റിയ പോർഷൻ. കാരണം 1-ലും 2-ലും നമുക്ക് ലാബ് ഇല്ല, ജസ്റ്റ് തിയറി മാത്രമേ ഉള്ളൂ. എക്സാം ഫീ സ്ട്രക്ചർ എങ്ങനെ വരുന്നത് സാർ? എക്സാം ഐ റിമെമ്പർ ചെറിയ കോസ്റ്റേ ഉള്ളൂ, ഒരു $200 അടുത്തേ ഉള്ളൂ പെർ പേപ്പർ. $200 $150 എത്ര ഒരു പേപ്പറിന് കേട്ടോ. $301 ആണ് നോക്കണ്ട കോസ്റ്റ്. അത് നിങ്ങൾ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ പ്രൈസിങ് കാണിക്കുന്നു തോന്നുന്നു. എന്തായാലും $200 വരുന്നുള്ളൂ പേപ്പർ. നമ്മൾ F5 VUI സെന്ററിൽ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണിക്കും. ഓക്കെ, എനി അതർ ക്വസ്റ്റ്യൻ? ഇത് F5യുടെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഡിമാൻഡ് ആണ്, എസ്പെഷ്യലി ഇൻ ദ മിഡിൽ ഈസ്റ്റ് ആൻഡ് ഓൾ റൈറ്റ്. എല്ലാരും യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് F5. നമ്മളിപ്പോ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയാലും സെക്യൂരിറ്റി എഞ്ചിനീയർ ആയാലും നമ്മൾ F5 പ്രൊഡക്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്ന നല്ല നമ്മളെ ജോബ് ഓപ്പണിങ്ങിനും ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും ബെസ്റ്റ് ആണ് ഇപ്പം. ഇതിന്റെ വേറെ കോമ്പറ്റീറ്റർ ആണോ മാർക്കറ്റിൽ ലോഡ് ബാലൻസറിന്റെ F5ന്റെ? F5 നമ്മളിപ്പോ A10 സൊല്യൂഷൻ ഉണ്ട്, പിന്നെ ക്ലൗഡ് ബേസ്ഡ് സൊല്യൂഷനിൽ പോകുമ്പം നമ്മളെ ക്ലൗഡ് ഇൻബിൽഡ് ക്ലൗഡ് സൊല്യൂഷൻ തന്നെ ഉണ്ട്. AWS ലോഡ് ബാലൻസർ ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ മേജർ വെണ്ടർ ഓൺ പ്രമിസസിൽ നോക്കുമ്പോൾ A10 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ് അവരെ കോമ്പറ്റേറ്റർ. പിന്നെ ക്ലൗഡ് ബേസിൽ ഡിഫറെന്റ് സിനാരിയോസ് ഉണ്ട്, ഡിഫറെന്റ് വെണ്ടേഴ്സ് ഉണ്ട് ക്ലൗഡ് ബേസ്. Any other question? നജീബ്, ഇവൻജി ലാബ് നമ്മൾ ലാപ്ടോപ്പിൽ നമ്മൾ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെറ്റപ്പ് നമുക്ക് മിനിമം എത്ര കോൺഫിഗറേഷൻ വേണം? മിനിമം ഒരു 8 GB റാം, മിനിമം ഒരു 16 to 32 റാം മതി. നമ്മൾ അത് ലാബ് ടോപ്പോളജി ഉണ്ടാക്കുന്നത്. മിനിമം നമ്മളിപ്പോ ഒരു F5 4 GB റാം ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര F5 എടുക്കുന്നു, എത്ര ഡിവൈസ് എടുക്കുന്നു അനുസരിച്ചിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ 8 GB മുതൽ 16 GB വരെ മെമ്മറിയും ഒരു 8 കോർ CPU ഉണ്ടെങ്കിൽ റൺ ചെയ്യാം. സർ സെയിം ഇതിൽ ഇപ്പൊ നമ്മൾ ഇവൻജിയിൽ കോൺഫിഗർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ 48 ഒക്കെ നമ്മൾ ട്രയൽ വേർഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെയാണ് F5 എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ട്രയൽ വേർഷൻ ആണോ അതോ ലൈസൻസ് നമുക്ക് എന്തായാലും ഇപ്പോൾ ലാബ് പർപ്പസിന് വേണ്ടിയിട്ട് വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ? ഇല്ല, F5 ലൈസൻസ് നിങ്ങൾക്ക് ഒരു ലൈസൻസ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈസൻസ് 30 days വാലിഡിറ്റി ആണ്. അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, ട്രയൽ ലൈസൻസ്. ഓക്കെ, ആ ട്രയൽ ലൈസൻസ് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്താൽ 3 ലൈസൻസ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഒരു 30 days കഴിഞ്ഞാൽ അടുത്ത ലൈസൻസ് യൂസ് ചെയ്യാം, ഒരു ബോക്സ് ആണെങ്കിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ 3 months വരെ നിങ്ങൾക്ക് ട്രയൽ ലൈസൻസ് വെച്ചിട്ട് ഒരു F5 ബോക്സ് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ലൈസൻസ് എക്സ്പയർ ആവുന്നതിന്റെ മുന്നേ തന്നെ നെക്സ്റ്റ് ലൈസൻസ് ആക്ടിവേഷൻ ചെയ്യണം.
ഓക്കെ, അപ്പൊ നമ്മൾ ഈവെന്റിൽ അപ്പൊ ട്രയൽ വേർഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതെ ട്രയൽ വേർഷൻ ജസ്റ്റ് ഒരു ഇമെയിൽ അയച്ചാൽ മതി, അവർ ട്രയൽ ലൈസൻസ് നിങ്ങളെ ഇമെയിലിലേക്ക് അയച്ചു. അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും ലാബ് സെറ്റപ്പിൽ. ഓക്കെ. നജീബ് 1 മിനിറ്റ്. യെസ്, നമ്മളിപ്പോ ട്രയൽ വേർഷൻ റൺ ചെയ്താൽ 1 മന്ത് അല്ലേ ഇതിന്റെ ഗ്രേസ് പീരീഡ്? അതെ. അപ്പൊ 1 മന്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ലൈസൻസ് റൺ ചെയ്യാൻ പറ്റുമോ ട്രയൽ ഓ, വേർഷൻ? 1 മന്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു റിക്വസ്റ്റും കൂടി കൊടുക്കുക, നിങ്ങൾക്ക് രണ്ടാമത് റീആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, ശരി. പക്ഷെ അതിനൊരു ട്രിക്ക് ഉണ്ട്, ഒരു ഞാൻ പറയാം, ഓക്കെ, നമ്മൾ ലാബ് സെറ്റപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നോ ഇഷ്യൂ. താങ്ക് യു. Okay guys, then I guess that's it for now. Hopefully we'll see in the classes. Okay. Sure, Najib. Thank you so much. Okay, thank you. Bye. Thank you. Bye.